എന്നാൽ ആ ഫോട്ടോ കണ്ട നിമിഷം മീരയുടെ ഉള്ളിൽ മിന്നൽ പാഞ്ഞുപോയി. താൻ ഈ ഹോസ്പിറ്റൽ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ രൂപവും മുന്നിൽ ആ വലിയ തണൽമരവുമെല്ലാം അവളുടെ മനസ്സിൽ ഏതോ പഴയ ഓർമ്മയുടെ കനലുകൾ കോറിയിട്ടു. പക്ഷെ എവിടെ? എത്രയൊക്കെ ആലോചിച്ചിട്ടും അവൾക്ക് അതിന്റെ ഒരറ്റം പോലും പിടുത്തം കിട്ടുന്നില്ല. ഓർമ്മകളുടെ ഇരുണ്ട ഇടനാഴിലൂടെ അവൾ വീണ്ടും നടന്നു നോക്കി. നിസ്സഹായതയും ആകാംക്ഷയും കലർന്ന ഭാവത്തോടെ അവൾ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടെ നടക്കാൻ തുടങ്ങി. മോൾക്കിന്ന് ചായയൊന്നും വേണ്ടേ? പെട്ടെന്ന് ശാന്തമായ ശബ്ദം കേട്ട് മീര ഞെട്ടിപ്പിടിഞ്ഞു നോക്കി. ആ വാതിൽക്കൽ ജാനകിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് നിറഞ്ഞ വാത്സല്യം, ഒപ്പം നേർത്തൊരു ആശങ്കയും. മോളെന്താ ഇത്ര ആലോചിക്കുന്നേ? മുഖത്തൊരു വാട്ടമുണ്ടല്ലോ. ജാനകിയമ്മ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് പറഞ്ഞു. മീര പെട്ടെന്ന് തൻ്റെ മുഖത്തെ പരിഭ്രമം മറച്ചു വെക്കാൻ ശ്രമിച്ചു. ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, ഞാൻ ചുമ്മാ നടന്നതാ. അപ്പോഴാണ് ജാനകിയമ്മയുടെ കാലുകളിലേക്ക് അവളുടെ ശ്രദ്ധ പോയത്. അവൾ വേഗം അവരുടെ കൈകളിൽ പിടിച്ചു. അമ്മ എന്തിനാ ഇപ്പൊ ഈ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് വന്നത്? തായിരുന്ന് വിളിച്ചാൽ ഞാൻ വരുമായിരുന്നില്ലേ? ചെറുതായെന്ന് പിണങ്ങിക്കൊണ്ട് അവൾ ജാനകിയമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജാനകിയമ്മ അതൊന്ന് ചിരിച്ചു തള്ളി. ചുറ്റും നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു, അല്ല, അവനെന്തേ? രുദ്രനെ കണ്ടില്ലല്ലോ. അത് കേട്ടതും മീരയുടെ ചെടി ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ കൈകൾ കെട്ടിക്കൊണ്ട് പറഞ്ഞു, ഓ, അമ്മയുടെ മോൻ രാവിലെ തന്നെ ജോഗിങ് പോയേക്കുക. ജാനകിയമ്മ ചെറുതായൊന്നും മോളെ, എന്നാ മോള് വാ, നമുക്ക് താഴേക്ക് പോകാം. വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം. നടക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മയെ കൂടുതൽ പട്ടിണിക്കിടേണ്ട എന്ന് കരുതി മീരയും കൂടുതൽ മടിയൊന്നും കൂടാതെ അവർക്കൊപ്പം താഴേക്ക് നടന്നു. ഡൈനിങ് ടേബിൾ അരികിലെത്തിയപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ശാരദേച്ചി ചൂടുള്ള ഇഡലിയും നല്ല മണമുള്ള സാമ്പാറും പാത്രങ്ങളിലേക്കാക്കി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. ആവി പറക്കുന്ന ഭക്ഷണത്തിന്റെ മണം ഹാളിലാകെ പടർന്നു. ഭക്ഷണം കഴിക്കുന്നതിലാണ് മീര മനസ്സിൽ വിചാരിച്ച കാര്യം അവതരിപ്പിച്ചത്. അവൾ പതുക്കെ ജാനകിയമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ട്. കയ്യിലിരുന്ന ഇഡലി കഷ്ണം സാമ്പാറിൽ മുക്കിയതും ജാനകിയമ്മ നെറ്റിച്ചുളിച്ച് അവളെ നോക്കി. എങ്ങോട്ടാ മോള ഈ രാവിലെ തന്നെ? മീരയുടെ ഉള്ളിലൊന്ന് കാൾ ഹിരണി ചേച്ചിയെ തിരഞ്ഞു പോകാനെന്ന് സത്യം പറഞ്ഞ് ജാനകിയമ്മ ഉറപ്പായും അത് രുദ്രേട്ടനോട് പറയും. രുദ്രേട്ടൻ അറിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു ചുവട് പോലും വെക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കാര്യം മറച്ചു വെക്കുക തന്നെ ശരണം. അവൾ പെട്ടെന്ന് ഒരു കള്ളം മെനഞ്ഞുണ്ടാക്കി മുഖത്ത് പരമാവധി സ്വാഭാവികത വരുത്തിക്കൊണ്ട് പറഞ്ഞു, അത് ഒന്നുമില്ല അമ്മ, എൻ്റെ അമ്മയെ ഒന്ന് കാണാനാണ്. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവളുടെ മറുപടി കണ്ട് ജാനകിയമ്മ വിശ്വാസത്തോടെ തലയാട്ടി. ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൾ മീര റൂമിലേക്ക് നടന്നു. അലമാര തുറന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞ നിറത്തിലുള്ള അനാർക്കലി കുർത്തയെടുത്ത് അവൾ ധരിച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ നീണ്ട മുടികൾ ഒതുക്കി ഭംഗിയായി കെട്ടിവെച്ചു. മേശപ്പുറത്തിരുന്ന് ഫോണും പേഴ്സും കൈക്കലാക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് സാധാരണത്തേക്കാൾ വേഗത്തിലായിരുന്നു. ഇനിയൊരു വൈകാൻ പാടില്ല. അവൾ വേഗം റൂമിൽ നിന്നിറങ്ങി സ്റ്റെപ്പുകൾ ഓരോന്നായി ഇറങ്ങി താഴേക്കെത്തി. ഉമ്മറത്ത് ജാനകിയമ്മ ഇരിപ്പുണ്ടായിരുന്നു. അമ്മേ, എന്നാൽ ഞാൻ ഇറങ്ങുവാണേ, മീര തിടുക്കത്തിൽ പറഞ്ഞു. രുദ്രൻ ജോഗിങ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നതിന് മുൻപ് ഇവിടെ തന്നെ രക്ഷപ്പെടണം. അവൻ വന്നാൽ പിന്നെ ചോദ്യം ചെയ്യലായിരിക്കും. അങ്ങോട്ടും പോവാൻ സമ്മതിക്കില്ല. ആ പേടിയുള്ളത് കൊണ്ട് അവൾ ജാനകിയമ്മയുടെ മറുപടി പോലും കാത്തു നിൽക്കാതെ വേഗത്തിൽ പടികളിറങ്ങി പുറത്തേക്ക് നടന്നു. ടൗണിലെ തിരക്കിലേക്ക് എത്തിയപ്പോഴേക്കും മീരയുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായിരുന്നു. ഫോണിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് അവൾ വീണ്ടും വീണ്ടും നോക്കി. കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. കണ്ടുമുട്ടിയ പലരോടും അവൾ ആ ഫോട്ടോ കാണിച്ച് ചോദിച്ചു, ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ചിലർ ഫോട്ടോയ്ക്ക് നോക്കി അലസമായി തലയാട്ടി. ഇല്ല മോളെ, ഇങ്ങനെയൊരു കെട്ടിടം ഈ പരിസരത്തൊന്നും കണ്ടതായി ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ നടന്നുപോയി. മറ്റു ചിലരാകട്ടെ ഇത് ഏതോ പുതിയ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു, ടൗണിന് അപ്പുറമുള്ള മറ്റേ ഹോസ്പിറ്റൽ ആയിരിക്കാനാണ് സാധ്യത എന്നിങ്ങനെ ഓരോ പേരുകൾ ഊഹിച്ചു പറഞ്ഞു. മീരയുടെ ഉള്ളിലെ നിരാശ വളരുകയായിരുന്നു. ഒടുവിൽ വഴിയിൽ കണ്ട പ്രായമുള്ള ഒരാൾ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. ഇത് ആ ഹോസ്പിറ്റൽ ആകാനേ വഴിയുള്ളൂ, മോൾ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്ക്. കേട്ട പാതി കേൾക്കാത്ത പാതി മീര റോഡരികിൽ കിടന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞ് അവൾ വേഗം അതിലേക്ക് കയറിയിരുന്നു. ഓട്ടോ ടൗണിനും തിരക്കുകളിൽ നിന്നും മാറി വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. ചില മിനിറ്റുകൾക്ക് യാത്രകൾക്ക് ശേഷം ഒരു കൂറ്റൻ മതിലിന് മുന്നിൽ ഓട്ടോ വന്ന് ബ്രേക്കിട്ടു. ദാ മോളെ, ഇതാണ് മോള് പറഞ്ഞ ഹോസ്പിറ്റൽ, ഇവിടെ ഇറങ്ങിക്കോ. ഓട്ടോക്കാരൻ പുറകോട്ട് തിരിഞ്ഞ് അവളോട് പറഞ്ഞു. വണ്ടിയിൽ നിന്നും ഇറങ്ങി മീര ആ കെട്ടിടത്തിലേക്ക് നോക്കി. അടുത്ത നിമിഷം അവളുടെ ഉള്ളിലൂടെ ഒരു ശക്തമായ ഷോക്കേറ്റതുപോലെ തോന്നി.
കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവൾ തരിച്ചു നിന്നുപോയി. ശ്വാസമെടുക്കാൻ പോലും മറന്ന നിമിഷം. അത്രക്കും വലിയ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വമ്പൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു അത്. ആഡംബരവും ഉണ്ട് അതിന്. അതിനേക്കാളൊക്കെ ഉപരി ആ കെട്ടിടത്തിന്റെ മുഖത്തിലേക്ക് നോക്കിയ മീരയുടെ കണ്ണുകൾ വിടർന്നു. അവിടെ വലിയ അക്ഷരത്തിൽ ആ പേര് എഴുതി വെച്ചിട്ടുണ്ട്: വെങ്കടേശ്വര ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ കൂറ്റൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയ മീര ഒരു നിമിഷം സ്തംഭയായി നിന്നുപോയി. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഒരു കൊട്ടാരം പോലെ വിശാലമായി പരന്നു കൊടുക്കുകയാണ് ആ ആശുപത്രി സമുച്ചയം. ആധുനികതയുടെ എല്ലാ ആഡംബരങ്ങളും ആ കെട്ടിടത്തിൽ നീലിച്ചിരുന്നു. അവൾ പതുക്കെ റിസപ്ഷനിലേക്ക് നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് ദ്രുതഗതിയിലായി. അവിടെയുണ്ടായിരുന്ന ഒരു ജീവനക്കാരന്റെ മുന്നിലേക്ക് അവൾ തന്റെ ഫോൺ നീട്ടി. അതിൽ തെളിഞ്ഞു നിന്ന ഹിരണ്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. "ഇങ്ങനെയൊരാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ?" അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു. ആ ജീവനക്കാരൻ ഫോട്ടോയിലേക്ക് നോക്കി ബഹുമാനത്തോടെ പുഞ്ചിരിച്ചു. "ഓ, അത് ഹിരണ്യ മാഡം ആണല്ലോ. കേരളത്തിൽ നിന്ന് BBA പാസ്സായതുകൊണ്ട് തന്നെ നമ്മുടെ വെങ്കടി സാർ അവർക്ക് ഇവിടെ വളരെ നല്ലൊരു പോസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മാഡം ഇപ്പോൾ കാണുന്ന ബ്ലോക്കിന്റെ 1-ാം നിലയിലുണ്ട്." അയാൾ ഒരു പ്രത്യേക ദിശയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. "വളരെ നന്ദിയുണ്ട്." മീര ആ വശത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറി 1-ാം നിലയിലെത്തിയപ്പോൾ കാതുകളിൽ സ്വന്തം നെഞ്ചിടിപ്പിന്റെ ശബ്ദം മാത്രം കേട്ടു. ജീവനക്കാരൻ പറഞ്ഞ പ്രത്യേക ക്യാബിന് മുന്നിലേക്ക് അവൾ എത്തിച്ചേർന്നു. സുതാര്യമായ ആ ചില്ലുവാതിലൂടെ അവൾ അകത്തേക്ക് നോക്കി. അവിടെ തന്റെ ചേച്ചി ഹിരണ്യ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഫയലിൽ അതീവ ശ്രദ്ധയോടെ എന്തൊക്കെയോ കുറിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ആ മുഖത്ത് പഴയതിലും ഗൗരവം, എന്നാൽ പ്രത്യേക ശാന്തതയും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആ കാഴ്ചയിൽ നിന്നും മീരയുടെ കണ്ണുകൾ തൊട്ടടുത്ത ആളിലേക്ക് നീണ്ടു. സംശയാസ്പദമായി തന്നെ. അവളാകെ ഷോക്കായി നിന്നപ്പോൾ ഹിരണ്യയുടെ തൊട്ടരികിൽ വെങ്കടി നിൽപ്പുണ്ടായിരുന്നു. മീര തന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു വ്യക്തിയെ കണ്ടിട്ടേയില്ല. ആൺകരുത്തിനെയും ഗാംഭീര്യത്തെയും ഒരു പ്രതീകം പോലെയായിരുന്നു അവന്റെ നിൽപ്പ്. 6 അടിയിലധികം ഉയരം, ജിമ്മിൽ പോയി നന്നായി കാത്തു സൂക്ഷിച്ച തോളുകളും ദൃഢമായ ശരീരപ്രകൃതിയും, ഇരുണ്ട മാന്യമായ വസ്ത്രധാരണവും തീക്ഷ്ണമായ കണ്ണുകളും. അവനൊരു പ്രത്യേക വശ്യതയുണ്ടായിരുന്നു. വെങ്കടിയുടെ അസാധാരണമായ സ്ട്രക്ചർ കണ്ട് അവൾ ഒരു നിമിഷം കണ്ണുടക്കാതെ മറന്നു നിന്നുപോയി. പെട്ടെന്ന് വെങ്കടിയുടെ ഫോൺ ബെല്ലടിച്ചത് എന്തോ അത്യാവശ്യ കാര്യത്തിനാണെന്ന് തോന്നുന്നു. അവൻ ഫോണും കാതോട് ചേർത്ത് ധൃതിയിൽ പുറത്തേക്കിറങ്ങി നടന്നു. അവൻ തന്റെ അരികിലൂടെ കടന്നു പോകുമ്പോഴും മീര ഗാംഭീര്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അവനെ. അവൻ ദൂരേക്ക് മറഞ്ഞതും മീര വേഗം ചില്ലുവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. "ചേച്ചി." ആ വിളിയിൽ ഒരുപാട് കാലത്തെ വിരഹത്തിന്റെയും സങ്കടത്തിന്റെയും നനവുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ട് ഹിരണ്യ ഞെട്ടി തലയുയർത്തി അവളെ നോക്കി. മുന്നിൽ നിൽക്കുന്ന അനിയത്തിയെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഫയൽ മേശപ്പുറത്തേക്ക് വെച്ച് അവൾ വേഗം എഴുന്നേറ്റ് വന്ന് മീരയെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. "ചേച്ചി, എന്തിനാ എന്നോടിങ്ങനെ ചെയ്തത്? ചേച്ചി എന്താ എൻ്റെ ഫോൺ എടുക്കാഞ്ഞേ? എന്തിനാ ഞങ്ങളിൽ നിന്നെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നത്? രാഹുലേട്ടൻ എവിടെ?" മീരയുടെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു തുടങ്ങി. ഹിരണ്യ അവളെയൊന്ന് ശാന്തയാക്കി ഒരു ദീർഘശ്വാസമെടുത്തു. "ഞാനെല്ലാം പറയാം മീര." അവൾ രാഹുലിന് സംഭവിച്ച കാര്യങ്ങൾ, തങ്ങൾ കടന്നുപോയ ദുരന്തങ്ങളെല്ലാം ഓരോന്നും മീരയ്ക്ക് മുന്നിൽ വിവരിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മീരയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. "ചേച്ചി, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ തന്നെയാ നന്നായത്. ഇല്ലെങ്കിൽ സ്വന്തം മാനം പോലും മറ്റുള്ളവർക്ക് മുന്നിൽ അടയറു വെക്കേണ്ടി വന്നേനെ." മീര ആശ്വാസത്തോടെ ദേഷ്യത്തോടെയും പറഞ്ഞു. പെട്ടെന്നാണ് എന്തോർത്ത് അവൾ ചോദിച്ചത്. "പക്ഷേ ചേച്ചി, രാഹുലേട്ടൻ്റെ ജോലി ഇല്ലാതാക്കിയത് ആരാണെന്ന് നിനക്കറിയാമോ?" ഹിരണ്യയുടെ മുഖം കടുത്തു. കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീപ്പൊരി പടർന്നു. "അത് മറ്റാരുമില്ല മീര, നിന്റെ ഭർത്താവ് രുദ്രൻ തന്നെ. എന്നോടുള്ള പക തീർക്കാൻ അവൻ രാഹുലിനെ ഒരു കരുവാക്കുകയായിരുന്നു." രുദ്രന്റെ അത് കേട്ടതും വിശ്വസിക്കാനാവാതെ മീര തരിച്ചു നിന്നു. രുദ്രേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നായി അവളിലുള്ള ആശങ്ക.